നമസ്കാരം, ഞാൻ മൃണാൾ. ഇപ്പൊ മൃണാളിന്റെ കേസിൽ ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആളുകൾക്ക് ഇറ്റ്സ് മോബ് സൈക്കോളജി. ശരിക്കും ഇദ്ദേഹം ഫുഡ് ബ്ലോഗറാണ്. സോ ബേസിക്കലി ഇദ്ദേഹം ഓരോ റെസ്റ്റോറൻറ്റ്സിൽ പോകുന്നു, ഫുഡ് അടിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പോയിന്റ് ബ്ലാങ്കിൽ പറയുന്നു. എന്താണ് അർത്ഥം വെച്ചുള്ള ഒരു ഇളി? കുറെ നേരം ആയല്ലോ. ഒന്നുമില്ല. ഫുഡ് ബ്ലോഗിങ്ങിലെ അശ്വങ്കോക്കായിട്ടാണ് മൃണാളിനെ ഞാൻ പേഴ്സണലി കാണുന്നത്. രക്തത്തെ തിരിച്ചറിയുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാനും രവിയൊക്കെ ഒരേ വേവ് ലെങ്താ. അതായത് വെറുതെ ഷുഗർ കോട്ട് ചെയ്യലോ, സുഖിപ്പിക്കലോ, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്ത് വിടലോ, അതായത് പറയേണ്ട കാര്യം പറയുക. ജീവിതത്തിലെ വലിയൊരു തത്വം അപ്പച്ചനിപ്പോ പറഞ്ഞത് ഒന്ന് അനുഗ്രഹിച്ചേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ കോവാല. അപ്പൊ ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോൺസെപ്റ്റ് മിക്ക ആൾക്കും മനസ്സിലായിട്ടില്ല. ആൾക്കാരിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ആൾക്കാർ അവിടെ ഇവിടെ പറയുന്നു, ഇവിടെ ആരും പോയിട്ടില്ല. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. Oh my God, he's on air. ലൈഫ് തന്നെ ഒരു കോമഡി. പുതിയൊരു കഥ ഇവിടെ ഉണ്ടെന്ന് കേക്കട്ടെ. നമ്മൾ ഒരു സന്ദർഭത്തിൽ പറഞ്ഞ കാര്യം പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സന്ദർഭത്തിൽ പറഞ്ഞ കാര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കോൺട്രഡിക്ഷൻ ഉണ്ടാവും. ഈ സർക്കിൾ സാറായിട്ടുള്ള ഡീലിങ്സ് എനിക്ക് വളരെ ഇഷ്ടമായി. ഉമ്മ കണ്ടില്ലേ, കള്ളന്മാരെ നമ്മൾ മക്കളെ പോലെ സ്നേഹിക്കണം. എന്തൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞത്രേ, പിന്നെ എന്താ ഷവർമയെ കുറിച്ച് പറഞ്ഞത്. അന്ന് അദ്ദേഹത്തിന് അതാണ് ഫീൽ ചെയ്തത്. ഷവർമയുടെ ക്വാളിറ്റിയെ കുറിച്ച് സംസാരിച്ചു. പിന്നെ 50 രൂപയുടെ ഷവർമ കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അത് ബെറ്റർ ആയി തോന്നിയിട്ടുണ്ടാവും. ഓരോ കോണ്ടെക്സ്റ്റിലും സന്ദർഭത്തിലും പറയുന്ന കാര്യങ്ങൾ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. സെയിം കോണ്ടെക്സ്റ്റിൽ തന്നെ നമ്മൾ മലക്കം പറയുകയാണെങ്കിൽ അത് നമുക്ക് പറയാം. ആണല്ലോ, അതൊന്നും അതിനോട് പറഞ്ഞോട്. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അപ്പൊ ഇതെന്താ പറയുന്നത്, സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞ പോലെ പുതിയ മനസ്സുള്ള ആളുകൾ സൗകര്യം പോയി കഴിച്ചാൽ മതി. അളിയന്റെ മുഖത്തൊരു ഹിംസാഭാവം തെളിയുന്നുണ്ട്. അതെന്റെ കയ്യിലേക്ക് പടരുമെന്ന് ഇപ്പൊ എന്റെ പേടി. ഇദ്ദേഹം ആരെങ്കിലും വീട്ടിൽ പോയിട്ട് നിങ്ങളെ വീട്ടിൽ ആരെയും വന്ന് ക്ഷണിച്ചോ? നിങ്ങളുടെ വീട്ടിൽ വന്ന് ക്ഷണിച്ചോ? എന്റെ കുടുംബം രക്ഷിക്കണേ, എനിക്ക് EMI അടയ്ക്കാനുണ്ട്, അതുകൊണ്ട് ഹംഗ്രി മൃണാളിന് വന്ന് ഞണ്ണിത്തരണേ എന്ന് മൃണാൾ പറഞ്ഞിട്ടുണ്ടാവും. എന്താ ഷാജിയേട്ടാ ഇത്? എന്താണിത്? ആൾക്കാർക്ക് എന്ത് സൂക്കടാ, വെറുതെ ഇതാ പറഞ്ഞേ, ഇദ്ദേഹത്തെ കണ്ടുകൂടാ. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഞാൻ നാളെ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ അതിന്റെ അവസ്ഥ എനിക്കറിയാം. പടം പൊട്ടും. അപ്പോൾ നമ്മൾ കുറേ കാലം വിമർശിച്ചു നടന്ന ആളൊരു സാധനം തുടങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിമർശനം വരും. മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. നിങ്ങളുടെ സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതിയെന്നേ, അല്ലെ നിങ്ങളുടെ സൗകര്യം ഉണ്ടെങ്കിൽ വന്ന് കഴിച്ചാൽ മതിയെന്നേ. അത് ഒരാളുടെ ആറ്റിറ്റ്യൂഡാ. അയ്യോ, അങ്ങനെ കാണാൻ പറ്റില്ല. ആ പുതിയ മോന്റെ മനസ്സിലിരിക്കേ ഉള്ളൂ. അപ്പൊ ഇയാൾ അഹങ്കാരിയാണ്, ഇയാൾ ഇത്ര നാളെ വിമർശിച്ചു, അതുകൊണ്ട് പിന്നെ ഇയാൾ എന്താണ് വിമർശനത്തിന് നേരെ അസഹിഷ്ണുനാവുന്നത് എന്ന് പറഞ്ഞിട്ട് നീ ഇപ്പം വാത്യാരി പണിയൊക്കെ വിട്ട് ബ്രാക്കർ പണികളൊക്കെ തുടങ്ങി. അത് അയാളുടെ ക്യാരക്ടറാണ്, അയാളുടെ ആറ്റിറ്റ്യൂഡാ. അപ്പൊ ആളുകൾ ബേസിക്കലി വെറും മണ്ടന്മാരും ഫ്രസ്ട്രേറ്റഡാ. ആശാനെ ദോശ തന്നില്ലെങ്കിലും ആശാൻ അത് മാത്രം പറയരുത്. ഇവർക്ക് ഇങ്ങനെ ഇരുന്ന് ഇനി നിങ്ങൾക്ക് മൃണാൾ ദാസിനെ എതിർക്കണം, അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി കഴിക്കണ്ടെന്നേ, പ്രശ്നം തീർന്നില്ലേ? വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങി, അത് എങ്ങനെ കൊണ്ടുപോകണം അദ്ദേഹത്തിന് അറിയാം. അപ്പൊ സാറ് കള്ളന് കഞ്ഞി വെച്ചവനാണല്ലേ? അല്ല, കള്ളനെ കൊണ്ട് കഞ്ഞി വെപ്പിക്കുന്നവനാ. ഇപ്പൊ എന്തോടെ പ്രശ്നം, ആളുകൾക്ക് തകരാറ്, ശരിയായ തകരാറ്. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. വെറുതെ കിടന്ന് വേളം വെക്കും. പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയാട്ടവർക്കാണോ? ഇത് ഇതിലും വലിയ പ്രൊമോഷൻ വേറെ ഒരു കേരളത്തിൽ ഒരു റെസ്റ്റോറന്റ് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇതിലും വലിയ പ്രൊമോഷൻ അന്ത അളവൊക്കെ എത്തിച്ച് അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ മൃണാളിനും അറിയാം. കാരണം ഇല്ലേ, പുള്ളി ഇപ്പൊ ഇന്റർവ്യൂ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആണോ? ചാനലിലെ വണ്ടി വരുമോ? ഇല്ല, നമ്മുടെ വണ്ടി തന്നെ പോകണം. നമ്മുടെ കാര്യമില്ല, നടക്കട്ടെ.